ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്ക് 24-ന്റെ അന്വേഷണ പരമ്പര. ഹൃദയമെടുപ്പ് കൂട്ടുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ അരങ്ങേറുന്നതെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ 100 പെൺകുട്ടികളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ ബലാത്കാരം ചെയ്തതിന് ശേഷം കുഴിച്ചു മൂടി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടി തകർന്നു നിൽക്കുകയാണ് കർണാടകത്തിലെ ധർമ്മസ്ഥലയിലാണ് ഈ സംഭവം അരങ്ങേറിയത് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം പോലീസ് ഈ അന്വേഷണങ്ങളുമായി സഹകരിക്കുന്നില്ല എന്ന പരാതി ഉയരുമ്പോൾ നമ്മുടെ വാർത്താ സംഘം അവിടെ അന്വേഷണം തുടരുകയാണ്. ധർമ്മസ്ഥലയിൽ ജീവൻ നഷ്ടമായ ഒരാളാണ് സൗജന്യ. ഈ 17-കാരി ക്രൂരമായ ബലാത്കാരത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ ആദ്യമായി പ്രത്യക്ഷമായ പ്രതിഷേധ സ്വരം ഉയരുന്നത്. സാധാരണ അവിടെ പ്രതിഷേധിക്കാൻ പറ്റില്ല, ആൾ കാഞ്ഞു പോകും. നിഗൂഢത നിറഞ്ഞ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് 24-ന്റെ അന്വേഷണം. ഭീഷണികളിലൂടെയും അക്രമങ്ങളിലൂടെയും ബലാത്സംഗ കൊലപാതകങ്ങളിലൂടെയും ഒരു വലിയ സംഘം എത്ര നാളൊരു ജനതയെ അടിമപ്പെടുത്തിയാലും ഒരിക്കൽ അവർക്കു നേരെ പ്രതിഷേധത്തിന്റെ ശബ്ദമുയരും. ധർമ്മസ്ഥലയിൽ സൗജന്യയുടെ ക്രൂര കൊലപാതകമാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. 2012 ഒക്ടോബർ 9 17-കാരിയായ സൗജന്യ രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോയി. ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഉജേരിയിലെ SDM കോളേജിൽ PUC 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവൾ. വൈകിട്ട് 4:30 എന്നും വീട്ടിലെത്തിയിരുന്ന സൗജന്യയെ അന്ന് ആ സമയത്ത് കണ്ടില്ല. 5 മണിയോടെ അച്ഛൻ ചന്തപ്പ ഗൗഡ തിരക്കിയിറങ്ങി. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് സൗജന്യയുടെ അമ്മാവനെ കണ്ടു. 4:15 തന്നെ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം അവൾ ബസ്സിറങ്ങിയത് അമ്മാവൻ കണ്ടിരുന്നു. ധർമ്മസ്ഥലയിലെ നടുക്കുന്ന ഓരോ ക്രൂരതയും ಕണ്ടുಂ ಕೇಟುಮറിഞ്ഞ ಆ ಅಚ್ಚನ ಮನಸ್ಸಿಲೊരു വെള്ളിടി വെട്ടി. പിന്നീട് ತಿರಚಿಲಿಂದ ಮಣಿಕ್കൂറുകൾ ಇದರಲ್ಲಿ ಹೇಳಿದಲೆ. ಅನಂತರ ಮರುದಿವಸ ಕೂಡ ನಾವು ಅದೇ ದಿವಸ ನನ್ನ ಮಗಳು ಕಾಣೆಯಾದ ದಿವಸ ಬೆಳ್ತಂಗಡಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಕೂಡ ಕಂಪ್ಲೇಂಟ್ ಕೊಡಲಿಕ್ಕೆ ಹೋಗಿದ್ದೆವು. ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಅಲ್ಲಿ ಕೂಡ ಇವತ್ತು ಕಂಪ್ಲೇಂಟ್ ತಗೊಳ್ಳಕ್ಕೆ ಆಗೋದಿಲ್ಲ, ನಾಳೆ ಬನ್ನಿ ಫೋಟೋ ಕೊಡಿ ಅಂತ ಹೇಳಿದರು. ಆನಂತರ ಎಲ್ಲರೂ ಪೊಲೀಸ್ ನಮ್ಮ ಮನೆಗೆ ಬಂದು ಮಗಳ ಫೋಟೋ ಕೇಳಿದರು. ಪುಸ್ತಕ ಎಲ್ಲ ಚೆಕ್ ಮಾಡಿದರು. ಪುಸ್ತಕದಲ್ಲಿ 1-2 ನಂಬರ್ ಇತ್ತು, ಅಂದರೆ ಅವರ ಚಿಕ್ಕಮ್ಮಂದು 2 ನಂಬರ್ ಇತ್ತು ಅಷ್ಟೇ. ಆ ನಂಬರನ್ನು ಹಿಡ್ಕೊಂಡು ಹೋಗಿದ್ದಾರೆ. ಆಮೇಲೆ ಎಲ್ಲ ಪುಸ್ತಕ ಚೆಕ್ ಮಾಡಿ ಪುಸ್ತಕ ಬೇರೆ ಏನು ಇರಲಿಲ್ಲ. ಮರು ದಿವಸ ಅದೇ ಜಾಗ ಎಲ್ಲ ಎಷ್ಟು ಜನ ಇದ್ರೆ ನಾವು ಮುಂದಿನ ದಿವಸ ಎಷ್ಟು ಜನ ಸೇರಿದೆವು ಅಷ್ಟು ಜನ ಕೂಡ ಸೇರಿ ಇಡೀ ಕಾಡೆಲ್ಲ ಹುಡುಕಾಡಿದರು. ಮರು ದಿವಸ ನಾನು ಹೋಗಿಲ್ಲ. ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ചന്തപ്പഗൗഡ പരാതിയുമായി എത്തി. അന്വേഷിക്കാമെന്ന ഒറ്റ വാക്കിൽ അവർ ആ അച്ഛനെ മടക്കി അയച്ചു. തന്നാലാവും വിധം അയാൾ മകളെ തിരക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. പോലീസ് നിഷ്ക്രിയരായി മിണ്ടാതിരിക്കുമ്പോൾ കൊടും ക്രിമിനലുകൾ ഒളിച്ചു കഴിയുന്ന മണ്ണസംഗ വനത്തിൽ അവളെ ആരൊക്കെയോ ചേർന്ന് പിച്ചി ചീന്തുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ ಸೌಜನ್ಯയുടെ ಮೃತದೇಹಂ ಲಭಿച്ചു. ಮರು ದಿವಸ ಹುಡುಕುವಾಗ ಮಗಳ ಬಾಡಿ ಸಿಕ್ಕಿತ್ತು. ಮಗಳ ಬಾಡಿಯಲ್ಲಿ ಎಷ್ಟು ಜಾಗ ಇದೆ ಅಷ್ಟಕ್ಕೆಲ್ಲ ಕಚ್ಚಿ ಗಾಯಗಾಲಿ ಮಾಡಿದ್ದಾರೆ. ಮರ್ಮಣ್ಣಕ್ಕೆಲ್ಲ ಮಣ್ಣು ಹಾಕಿದ್ದಾರೆ. ಅದು ಕೂಡ ಆ ಫೋಟೋ ನನಗೆ ನನ್ನ ತಮ್ಮಂದಿರು ನನಗೆ ತೋರಿಸಿಲ್ಲ, ನಾನು ನೋಡಿಲ್ಲ. ನಾನು ಹೇಳಿರೋದನ್ನು ಮಾತ್ರ ಕೇಳಿದ್ದೇನೆ. 24 മണിക്കൂറിനിടയിലാണ് പോലീസ് പ്രതിയെ പിടിച്ചത്. വലിയ കാര്യമെന്ന് തോന്നും. പക്ഷേ മാനസിക രോഗിയായ ഒരാളെ ആരൊക്കെയോ ചേർന്ന് തല്ലി ഇഞ്ചപ്പരുവമാക്കിയാണ് പോലീസിൻ്റെ കയ്യിൽ കൈമാറുന്നത്. ഈ മാനസിക രോഗിയെ പിടിച്ചുകൊണ്ട് കൊടുത്തവരാണ് സൗജന്യയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണം ശക്തമാണ്.
സന്തോഷ് റാവു എന്ന മനോരോഗിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചവശനാക്കി. സ്റ്റേഷന് പുറത്തുനിന്ന് സൗജന്യയുടെ മാതാപിതാക്കൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. സന്തോഷ് റാവു അല്ല, മറിച്ച് അവളെ പിടികൂടിക്കൊണ്ടുവന്നവരാണ് യഥാർത്ഥ പ്രതികളെന്ന്. ഇനി പറയുന്നത് പ്രതികൾക്കും അവരെ പോറ്റി വളർത്തുന്ന പ്രബലന്മാർക്കും വേണ്ടി പോലീസ് കാട്ടിയ ലജ്ജിപ്പിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ്. ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുവന്നയാളെ പോലീസ് പ്രതിയാക്കി. ഒടുവിൽ കോടതി പോലും പറഞ്ഞു ഈ കേസുമായി സന്തോഷ് റാവുവിന് കുലബന്ധമില്ലെന്ന്. സൗജന്യ കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ കേസിൽ എങ്ങനെ ഒറ്റപ്രതി മാത്രമാകും? ഈ ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. സൗജന്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന ശ്രവം കണ്ടെത്തി കൃത്യസമയത്ത് പരിശോധന നടത്താനും പോലീസ് ശ്രമിച്ചതേയില്ല. For the entire India, there is one IPC, CRPC, one constitution. For Dharmasthala, it is totally different. Dharmasthala police, Beltangadi police at that time, they don't work according to the Indian law constitution. India should be free from rape. It is the responsibility of every citizen. So that is the purpose of Saujanya, because even after 13 years, that movement is alive, burning. That is because of her intention that whatever the trauma she has faced during the time of rape and murder, no girl in this country should face. India should become free of rape. That is the concern of every parent. സൗജന്യ കേസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ പലരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. സൗജന്യ ആയിരുന്നില്ല, മറിച്ച് സൗജന്യവുമായി സാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്ന് ആരോപണമുണ്ട്. ആ കുട്ടിയുടെ അച്ഛനുമായുള്ള സ്വത്ത് തർക്കമായിരുന്നത്രേ കാരണം. സൗജന്യ കേസ് പിന്നീട് CBI വരെ അന്വേഷിച്ചു. പക്ഷേ മെഡിക്കൽ തെളിവുകളില്ല എന്ന ഒറ്റ കാരണത്താൽ പ്രതികളിലേക്ക് എത്താനായില്ല. സൗജന്യയ്ക്ക് നീതി വേണമെന്ന ക്യാമ്പയിൻ ഇന്നും സജീവമാണ്. ഇവിടെയാണ് സൗജന്യ അന്തി ഉറങ്ങുന്നത്. സൗജന്യയെ കൊന്നതാരെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. പോലീസിനത് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാകും ശരി. എന്തായാലും സൗജന്യ കൊലക്കേസിനു ശേഷമാണ് ധർമ്മസ്ഥലയിലെ നിഗൂഢതകളെപ്പറ്റി ആദ്യമായി ചർച്ചയുയരുന്നത്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.